പ്രകാരം ഇന്നൊരു വാർത്താ സമ്മേളനം വിളിക്കാനിടയായത് ഈരാറ്റുപേട്ടയിൽ സ്ഥാപിക്കുന്ന നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷന് സ്ഥലം ലഭ്യമായിട്ടില്ല എന്നും മറ്റും തികച്ചും തെറ്റായതും അടിസ്ഥാനരഹിതവുമായ ഒരു വാർത്ത പ്രചരിക്കാനിടയായ സാഹചര്യത്തിലാണ് എനിക്ക് ആമുഖമായി മാധ്യമ സുഹൃത്തുക്കളോടൊപ്പം എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു വസ്തുത കൃത്യമായി MLA ആയ എന്നോടും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ച് കൃത്യത മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണ പരത്തുന്നതും തെറ്റായതുമായ വാർത്ത രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിക്കുന്നത് ഒരു നാടിന്റെ പൊതു താല്പര്യങ്ങൾക്ക് ഗുണമല്ല. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായ പൊതു കാഴ്ചപ്പാട് എല്ലാവരും ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ് ആമുഖമായി അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. ഇനി മിനി സിവിൽ സ്റ്റേഷന്റെ വസ്തുതയിൽ ആദ്യമേ അതിന്റെ സ്ഥലലഭ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം അത് സ്ഥാപിക്കുന്നതുമായ നടപടിക്രമങ്ങളിലെ കുറിച്ച് കടക്കാം. സ്ഥലലഭ്യതയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ടയുടെ മിനി സിവിൽ സ്റ്റേഷൻ ആശയം തന്നെ മുന്നോട്ട് വെച്ചത് ഞാനാണ്. MLA ആയതിനു ശേഷം ആദ്യ ബഡ്ജറ്റിൽ തന്നെ നൽകിയ ഫസ്റ്റ് പ്രയോറിറ്റി പ്രപ്പോസൽ ആയിരുന്നു ഈരാറ്റുപേട്ടയിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ. ഭാവിയിൽ ഇതൊരു താലൂക്ക് ആക്കണമെന്നുള്ള കാഴ്ചപ്പാടും എല്ലാം മുൻനിർത്തിയാണ് അത് ചെയ്തത്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ അക്കാര്യത്തിൽ വളരെ അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുകയും 10 കോടി രൂപ നമുക്ക് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ സ്ഥലം ലഭിക്കുന്നതിൽ പിന്നീട് ഉയർന്ന വിവാദങ്ങളും തർക്കവിതർക്കങ്ങളും നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷെ ഇടതുപക്ഷ മുന്നണി ഇച്ഛാശക്തിയോടുകൂടി അക്കാര്യത്തിൽ നിലപാടെടുക്കുകയും വലിയ ഇടപെടലിനും സമ്മർദ്ദത്തിനും രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഇടപെടലുകൾക്കെല്ലാം ശേഷം നമുക്ക് സ്ഥലം കിട്ടിയതിന് ശേഷം മാത്രമാണ് കെട്ടിട നിർമ്മാണത്തിന്റെ നടപടികൾ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അല്പം കെട്ടിട നിർമ്മാണത്തിന് പറഞ്ഞത്. അത് ഞാൻ രണ്ടാം ഘട്ടമായി പറഞ്ഞു. സ്ഥലം ലഭിച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പുമായിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിന് വന്നത്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത തീരുമാനമെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അടക്കം പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സാണ്. ഇതിനകത്ത് ഇത് ആർക്ക് വേണമെങ്കിലും, ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആർക്ക് വേണമെങ്കിലും തരാം. ഇതിന്റെ കോപ്പി തീരുമാനങ്ങൾ എന്ന് ലാസ്റ്റ് പേജിലുണ്ട്. തീരുമാനം നമ്പർ 2, ഈരാറ്റുപേട്ടയിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് പോലീസ് വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്നും 50 സെന്റ് ഭൂമി കൈമാറ്റം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത തീരുമാനത്തിന്റെ മിനിറ്റ്സിന്റെ കോപ്പിയാണ്. തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഇടപെടലുകൾ ജില്ലാ കളക്ടർ മീനച്ചിൽ തഹസിൽദാർക്ക് കൊടുത്തൊരു കത്താണ് 9/10/2024. ഇതിനകത്ത് ബഹുമുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 4/7/24 12:30 ചേർന്ന യോഗത്തിൽ ഭൂമി തർക്കം പരിഹരിച്ചിട്ടുള്ളതും ഈരാറ്റുപേട്ട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 48 റീസർവേ നമ്പർ 49-13 പെട്ട 01-13-20 ഹെക്ടർ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും 50 സെന്റ് ഭൂമി മിനി സിവിൽ സ്റ്റേഷൻ പണിയുന്നതിന് അനുവദിച്ചിട്ടുള്ളതുമാണ്. കോട്ടയം ജില്ലാ കളക്ടർ മീനച്ചിൽ തഹസിൽദാർക്ക് കൊടുത്ത കത്താണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ കോപ്പി തരാം. പിന്നീട് ഇതെല്ലാം ഇത് അളന്നു തിരിക്കുന്നതൊക്കെയായിരുന്നു. ഇത് ജില്ലാ കളക്ടർ വീണ്ടും സബ് കളക്ടർക്ക് കൊടുത്തൊരു കത്താണ്. ഇതിനകത്ത് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ ഈരാറ്റുപേട്ട വില്ലേജ് ബ്ലോക്ക് നമ്പർ 48 റീസർവേ 49-13 പെട്ട 1-13-20 ഹെക്ടർ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും 50 സെന്റ് സ്ഥലം ഈരാറ്റുപേട്ട മിനി സിവിൽ സ്റ്റേഷൻ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി സൂചന 1 പ്രകാരം തീരുമാനിച്ചിട്ടുള്ളതാണ്. സൂചന 1 എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള 19/7/24 E1 380/2022 ഹോം നമ്പർ കത്ത്. ഭൂമി കൈമാറ്റ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളേണ്ടതാണ്. ജില്ലാ കളക്ടർ മീനച്ചിൽ തഹസിൽദാർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് അളന്നു തിട്ടപ്പെടുത്തിയതിന്റെ കാര്യങ്ങളും അളന്നു തിട്ടപ്പെടുത്തി സ്ഥലലഭ്യതയ്ക്ക് വേണ്ടി സ്ഥലം നീക്കി വെച്ചിരിക്കുന്നതിന്റെ കടലാസുകളാണിത്. ഇനി അപ്പൊ ഇതിനകത്തൊന്നും യാതൊരു ആശങ്കയില്ല. അതിലുപരി അവിടെ നിന്ന് 36 വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി. ആ മുറിച്ചു മാറ്റിയത് തന്നെ അതിന്റെ എല്ലാ പ്രൊസീഡിങ്സിലും ഈരാറ്റുപേട്ട മിനി സിവിൽ സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടി എന്നുള്ള നിലയ്ക്കാണ്. ഒരു സർക്കാർ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചു മാറ്റാൻ എന്തോ ഒരു നടപടികളാണ്. അതിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഈരാറ്റുപേട്ട ഡെവലപ്മെന്റ് ഫോറം എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനക്കാരും നന്നായി ഇടപെട്ടു. അതിനകത്ത് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരതിന്റെ പുറകെ നടന്നു. ഞാൻ ഇടപെട്ടു. അപ്പൊ ആ സ്ഥലം മുറിച്ചു മാറ്റിയത് പൂർണ്ണമായും ഈരാറ്റുപേട്ട. അതിലുപരി ഈ തീരുമാനമായ അന്ന് തന്നെ നിർദ്ദിഷ്ട ഈരാറ്റുപേട്ട മിനി സിവിൽ സ്റ്റേഷന് നീക്കിവെക്കപ്പെട്ട സ്ഥലമെന്ന് റവന്യൂ വകുപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്, സ്ഥാപിച്ച അന്ന് മുതൽ. അതിനുശേഷം ഈ മരം മുറിച്ചു മാറ്റിയ നടപടികളുടെ മുഴുവൻ ഈരാറ്റുപേട്ട. അപ്പൊ ഇതിന് സ്ഥലത്തിന്റെ ഒരു തർക്കം എന്നൊരു വിഷയമില്ല. അതിലുപരി ഇത് റവന്യൂ ഭൂമി ആയിരുന്നു. ആകപ്പാടെ ഉണ്ടായ ഒരു തർക്കം ആഭ്യന്തര വകുപ്പിന്റെ അധീനതയിൽ പോയതുകൊണ്ട് അവരിത് ക്ലെയിം ചെയ്യുകയും ഞങ്ങളുടെ ആവശ്യത്തിന് ഈ സ്ഥലം വേണം, ഞങ്ങൾ ഇത് വിട്ടുതരാൻ തയ്യാറില്ല എന്ന് ആഭ്യന്തര വകുപ്പ് ഒരു നിലപാടെടുത്തത് മാത്രമായിരുന്നു ഒരു പ്രതിസന്ധി.
അത് 24/7/2024 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷ യോഗം കൂടി തീരുമാനം എടുത്തോടെ ആ അധീനതയുടെ പ്രശ്നം. കാരണം ഭൂമി ഒറിജിനലി തന്നെ വെസ്റ്റ് ചെയ്യപ്പെട്ട റവന്യൂ ഭൂമിയാണ്. വേറൊരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഭൂമിയാണ് മാത്രമേ ഗവൺമെന്റ് ഉത്തരവിലൂടെയും മന്ത്രിസഭാ തീരുമാനത്തിലൂടെയും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതാണ് ഇവിടെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ല. ബേസിക്കലി ഇത് റവന്യൂ ഭൂമിയാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു കൈവശ തർക്കമോ അവകാശ തർക്കമോ. ആ കൈവശ തർക്കവും അവകാശ തർക്കവും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഞാൻ കാണിച്ച മിനിറ്റ്സോടുകൂടി പര്യവസാനിച്ചു. പിന്നെ അതിനകത്ത് ആ സ്ഥലം മുനിസിപ്പൽ സ്റ്റേഷന് വേണ്ടി ലഭ്യമാകുമോ ഇല്ലയോ എന്നുള്ള വിഷയമേ ഉദിക്കുന്നില്ല. അങ്ങനെ ക്വസ്റ്റ്യനെ അറൈസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ തർക്കം ആഭ്യന്തര വകുപ്പിനും ഇല്ല, ഒരാൾക്കുമില്ല. നമ്മളായിട്ടില്ലാത്ത തർക്കം ഉണ്ടെന്നുള്ള പുകമറ സൃഷ്ടിക്കുന്ന അന്തനാനയെ കണ്ടെന്ന് പറഞ്ഞാൽ അറ്റവും കുറിയും ചില കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ഉണ്ടാക്കിയത് ഇതാണ്. അതുകൊണ്ട് പൂഞ്ഞാറിന്റെ MLA എന്നുള്ള നിലയിൽ, കേരളത്തിലെ നിയമസഭാംഗം എന്നുള്ള നിലയിൽ വളരെ ആധികാരികമായി, വളരെ ഉത്തരവാദിത്വത്തോട് ഞാൻ ഉറപ്പായി പറയുന്നു, ഈരാറ്റുപേട്ട മുനിസിപ്പൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുള്ള 50 സെന്റ് സ്ഥലത്തിന് യാതൊരുവിധ തർക്കങ്ങളുമില്ല. അതിന്റെ ഭാഗമായി അവിടെ സോയിൽ ടെസ്റ്റ് നടന്നു, അവിടെ വേറെ ഒരു കോണ്ടൂർ സർവേ നടന്നു, മരം മുറിച്ചു മാറ്റി, ബോർഡ് വെച്ചു. ഈ നടപടികളെല്ലാം സർക്കാർ നടപടിയാണ്. ഈ സർക്കാർ നടപടി എല്ലാം ചെയ്തത് ഓരോ പ്രൊസീഡിങ്സിലൂടെയാണ്. ഈ പ്രൊസീഡിങ്സിൽ മുഴുവൻ കാണിച്ചിരിക്കുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പൽ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നുള്ളതാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ലാത്ത ആളുകൾ പുറത്തു നിന്നുകൊണ്ട് പറയാ സ്ഥലം കിട്ടിയിട്ടില്ല, തർക്കമുണ്ട്, ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും ഉണ്ട്, കളക്ടർ തന്നില്ല, തഹസിൽദാർ തന്നില്ല, അതുകൊണ്ട് അത്തരം ഒരു കാര്യമില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കണം MLA എന്നുള്ള ഉത്തരവാദിത്തോടെ. ഇനി രണ്ടാമത്തെ കെട്ടിട നിർമ്മാണവുമായി അവിടെ ഉയരുന്നൊരു കഷ്ടം. ഏറ്റുമാനൂർ നടന്നു, ഇവിടെ തുടങ്ങിയില്ല. ഇതാണ് ശരിയാണ്, ഏറ്റുമാനൂർ തുടങ്ങി, ഇവിടെ തുടങ്ങിയില്ല. അതിനകത്ത് ഒരു കാര്യം കൂടി പറയാം. ഇവിടെ തർക്കം ഉണ്ടെന്ന് മനസ്സിലായത് എപ്പോഴാണെന്നറിയാം. റവന്യൂ ഭൂമി ആയതുകൊണ്ട് തർക്കം ഉണ്ടാവുമെന്ന് കരുതാതെ ആദ്യം ഞാൻ MLA ആദ്യ വർഷം തന്നെ ഈരാറ്റുപേട്ട വില്ലേജ് ഓഫീസ് പണിയാൻ 50 ലക്ഷം രൂപ ആലോചിച്ചു. ആ വില്ലേജ് ഓഫീസ് പണിയാൻ ഇവിടെ സ്ഥലം, അന്നത്തെ കളക്ടർ ഡോക്ടർ PK ജയശ്രീയുമായി ആലോചിച്ച് ഇവിടെ സ്ഥലം നിശ്ചയിച്ചു. 10 സെന്റ് സ്ഥലം അളന്ന് തിരിച്ചിട്ടു. അങ്ങനെ ഒന്നും പോലീസ് തർക്കം പറഞ്ഞില്ല. അളന്ന് തിരിച്ചിട്ടിട്ട് ഇത് പിന്നെ സ്റ്റേറ്റ് നിർമ്മിതി, കേരള സ്റ്റേറ്റ് നിർമ്മിതി എന്ന ഗവൺമെന്റ് അക്രഡിറ്റഡ് ഏജൻസിയെ നിർമ്മാണ ചുമതല അവർക്ക് കൈമാറിക്കൊണ്ട് റവന്യൂ വകുപ്പ് ഉത്തരവ് കൊടുത്തു. ഉത്തരവ് കൊടുത്തതിന്റെ വെളിച്ചത്തിൽ അവർ വന്ന് നിർമ്മാണം തുടങ്ങി, വാനം എടുത്തു, തറ കെട്ടാൻ തുടങ്ങി. കൊച്ചായപ്പോഴത്തേനാണ് പോലീസ് അതിനകത്ത് കയറി ഇടപെടുകയും അവിടെ മുതലാണ് തർക്കം ആരംഭിച്ചത്. പിന്നീട് നടന്ന 2 കൊല്ലത്തെ ദീർഘമായ ഇടപെടലുകളിലൂടെയാണ് നമുക്ക് സ്ഥലം. അപ്പോ അതേസമയം വില്ലേജ് ഓഫീസ് പണിയുന്നതിനായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ യോഗം കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങാമായിരുന്നു. കാരണം അതിന്റെ പ്രൊസീജിയർ മുഴുവൻ പറയാൻ നമുക്കിവിടെ അതിനുശേഷം മാത്രമാണ് സിവിൽ സ്റ്റേഷൻ്റെ അത്. ഏറ്റുമാനൂരെ സംഭവം എന്ന് വെച്ചാൽ ഏറ്റുമാനൂര് അവിടെ ഇതേപോലെ തന്നെ റവന്യൂ ഭൂമിയിൽ പോലീസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നിടത്ത് സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വില്ലേജ് ഓഫീസിന് ഇവിടത്തെ കല്ലിട്ട് തറകെട്ടാൻ തുടങ്ങിയവരെ അവിടെ സിവിൽ സ്റ്റേഷന് തറകെട്ടാൻ ചെന്നപ്പോഴാണ് പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റി? അവർക്ക് സ്ഥലത്തർക്കം തീർന്നവിടെ പിറ്റേ ദിവസം തുടങ്ങാൻ പറ്റി. അത് പ്രൊസീജിയർ മുഴുവൻ തീർന്നായിരുന്നു. നമ്മുടേത് സ്ഥലം കിട്ടിക്കഴിഞ്ഞാണ് പ്രൊസീജിയർ ആരംഭിക്കാൻ പറ്റുക. കാരണം സ്ഥലമില്ലാതെ അന്തരീക്ഷത്തിൽ പണിയാൻ പറ്റുമോ? ഇതിന്റെ പ്ലാൻ എസ്റ്റിമേറ്റ് കൊണ്ടാണ്ട് ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞാലേ ഉള്ളൂ. നമ്മുടേത് അതിനുശേഷം മാത്രമാണ് ഭരണാനുമതിക്ക് അടക്കമുള്ള കാര്യങ്ങൾ. ബഡ്ജറ്റ് പ്രൊവിഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഭരണാനുമതി കിട്ടണമെങ്കിൽ ഒരേ പേരാണ്. ഭരണാനുമതി അടക്കമുള്ള കാര്യങ്ങൾ പിന്നീടാണ് കഴിഞ്ഞത്. ഏറ്റുമാനൂര് ഭരണാനുമതിയും കഴിഞ്ഞ്, GSും കഴിഞ്ഞ്, ടെൻഡറും കഴിഞ്ഞ് നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് തർക്കം വന്നത്. അതുകൊണ്ടാണ് ഏറ്റുമാനൂരെ നേരത്തെ തുടങ്ങി ഇവിടെ താമസിക്കുന്നത്. അത് ഇവിടെ പണിത വില്ലേജ്, പിന്നെ വില്ലേജ് ഓഫീസ് നമ്മൾ ഇവിടെ വേണ്ടെന്ന് വെച്ചു. കാരണം സിവിൽ സ്റ്റേഷനിലോട്ട് വില്ലേജ് ഓഫീസ് കൂടി ഇൻസർട്ട് ചെയ്തു. വില്ലേജ് ഓഫീസ് കൂടി സിവിൽ സ്റ്റേഷന്റെ 1ാം നിലയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റേഷൻ വേറെ പണിയാത്തത്. വില്ലേജ് ഓഫീസ് ആയിരുന്നു ഇവിടെയും പണിയുന്നതെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ യോഗം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം കൊണ്ട് പണി തുടങ്ങുന്നത് തടസ്സമില്ലായിരുന്നു. നമ്മളുടേത് അതിനുശേഷമാണ് മിനി സിവിൽ സ്റ്റേഷന്റെ നടപടികളാണ്. ഇപ്പൊ അതോട് പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇപ്പോ മിനി സിവിൽ സ്റ്റേഷന്റെ സ്ട്രക്ചറൽ ഡിസൈൻ, എഞ്ചിനീയറിംഗ് പരിജ്ഞാനം ഉള്ളവർക്ക് അത് മനസ്സിലാവും. സ്ട്രക്ചറൽ ഡിസൈൻ അന്തിമമാക്കുന്ന നടപടികൾ PWD ഡിസൈൻ വിങ്ങിലെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലുണ്ട്. ചീഫ് എഞ്ചിനീയറുടെ പേര് സുജാ റാണി. ആർക്കെങ്കിലും പേര് ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. ഇല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചുമതലയുള്ള ഒരു AXC ഉണ്ട്, ഷിഫി എന്നാണ് അവരുടെ പേര്. അവരെ ഞാൻ ഡേ ടു ഡേ എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സിവിൽ സ്റ്റേഷൻ തറക്കല്ലിടുന്നതിന്റെയും നിർമ്മാണം ആരംഭിക്കുന്നതിന്റെയും ഏറ്റവും അധികം ആവശ്യക്കാരനും ഉത്തരവാദിത്തക്കാരനും ഞാനാണ്. അതിനകത്ത് PWD ഡിസൈൻ വിങ്ങിന് സംസ്ഥാനത്ത് ആകെ ഒരു ഓഫീസേ ഉള്ളൂ, സ്റ്റേറ്റിൽ ആകെ ഒരു ഓഫീസേ ഉള്ളൂ. ഈ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ ഗവൺമെന്റ് കെട്ടിടങ്ങളുടെയും ഡിസൈൻ അപ്രൂവ് ചെയ്തു കൊടുക്കുന്നതും സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കേണ്ടതും ചുമതല ഒറ്റ ഓഫീസിനാണ്. അതിനിടയ്ക്ക് 3 മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം പോയി. ഇപ്പൊ SIRമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് കുറെ തടസ്സങ്ങളും അധിക ജോലി വന്നിരിക്കുന്നുണ്ട്. അവരെ ഡിപ്ലോയ് ചെയ്ത് വേറെ ജോലിക്ക് വിട്ടിരിക്കുക.
ഇപ്പൊ SIR തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ ജനുവരി കല്ലിട്ട് പണി തുടങ്ങി. ഇപ്പൊ ഈ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ട് എന്നിട്ടും ഇപ്പൊ ഇന്നലത്തെ ഒരു കാര്യം പറയാം. ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിരുന്ന് ചീഫ് എഞ്ചിനീയറെ വിളിപ്പിച്ചു ഡിസൈനിങ്ങില്. അപ്പൊ അവര് പറഞ്ഞു സാറേ 15 ദിവസം കൊണ്ട് എടുക്കും എന്ന് മിനിസ്റ്ററോട് പറഞ്ഞു. മിനിസ്റ്റർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത് അടിയന്തരമായി തീർത്തു കൊടുത്തിട്ട് ഈ രീതിയിൽ ഇടപെട്ടോണ്ടിരിക്കുക. അപ്പൊ അവസാനം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു ഫെബ്രുവരി 10 കൂടി ഡിസൈൻ തരുമെന്നാണ്. ഫെബ്രുവരി 10 കൂടി ഡിസൈൻ തന്നാൽ പിന്നെ എസ്റ്റിമേറ്റ് ഇപ്പൊ തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഡിസൈൻ അന്തിമമായിട്ട് എസ്റ്റിമേറ്റ് ആക്കാനുണ്ട്. എങ്കിലും PWD ബിൽഡിംഗ് വിഭാഗത്തോടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാമെന്ന് എസ്റ്റിമേറ്റ് 95% തയ്യാറാക്കി വെച്ചിരിക്കും. ഇപ്പൊ ഡിസൈൻ കിട്ടിയാൽ ഡിസൈൻ അനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തണേ ആ മാറ്റം ഒരു 5 ദിവസത്തിനകം വരുത്താമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. 5 ദിവസത്തിനകം വരുത്തിയ പരമാവധി ഫെബ്രുവരി 15. അത് കഴിഞ്ഞാൽ കൂടി വന്ന ഒരാഴ്ചയ്ക്ക് നമുക്ക് GS കിട്ടി ടെൻഡറിലേക്ക് പോകാൻ കഴിയും. എങ്ങനെയും ഫെബ്രുവരി ടെൻഡർ ആക്കിക്കാൻ വേണ്ടിയുള്ള അതിതീവ്ര ശ്രമം. ഇപ്പൊ എന്റെ ഒരു വീട് പണിയാണ്, ഞാൻ എങ്ങനെ ചെയ്യുമോ അതിനേക്കാൾ ഇരട്ടി ജാഗ്രതയോടെ ഇക്കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. ഒരു തടസ്സവുമില്ല. സർക്കാർ സംവിധാനത്തിന്റെ നടപടിക്രമങ്ങളുടെ സ്വാഭാവിക താമസത്തിനപ്പുറം ഇക്കാര്യത്തിൽ ഒരു ഉദാസീനതയുമില്ല, ഒരലംഭാവവുമില്ല. ഈരാറ്റുപേട്ടയിൽ മിനി സിവിൽ സ്റ്റേഷൻ പണിതിരിക്കും. 10 നിലകളുള്ള കെട്ടിടമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ താമസമുണ്ട് സർക്കാർ നടപടികൾക്ക്. അതുകൊണ്ട് എങ്ങനെയും ഫെബ്രുവരിയിൽ തന്നെ ടെൻഡറിലേക്ക് എത്തിക്കണമെങ്കിലും ഫെബ്രുവരിയിൽ തന്നെ കല്ലിട്ട് പണി തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലും പ്രതീക്ഷയിലുമാണ് മുന്നോട്ട് പോകുന്നത്. അത് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ, അതിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നാൽ തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഇത് കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റും. ഒരു സംശയവും ആർക്കും വേണ്ട. MLA എന്നുള്ള നിലയിലും അതിലുപരി ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിയമപരിജ്ഞാനം എല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈരാറ്റുപേട്ട മിനി സിവിൽ സ്റ്റേഷൻ സംബന്ധിച്ച് ഒരു ആശങ്കയും ആർക്കും വേണ്ട. നമുക്ക് സംഭവിച്ച സ്ഥലം കിട്ടുന്നതിന് കുറെ വൈകിയത് കൊണ്ട് മാത്രമാണ്. അതിനുശേഷം യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിന്റെ നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ട്. സോയിൽ ടെസ്റ്റ് ഒക്കെ സാറിന് 3-4 മാസം പഠിക്കുന്ന, അതൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന അഭിഷാനൊക്കെ അറിയാം. കാരണം അതിനൊക്കെ വേണ്ടി ഇടപെട്ടാണ് ഷമീറിനും ഉറപ്പിക്കാനല്ലാതെ 1 മാസം കൊണ്ട് നമ്മൾ സോയിൽ ടെസ്റ്റിന്റെ റിസൾട്ട് കൊണ്ടുവന്നു. അതുപോലെ കോണ്ടൂർ സർവേ നടത്തണേന്ന് എന്തെല്ലാം കോംപ്ലിക്കേഷൻ. ഒരു സർക്കാർ വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് ഒരു കെട്ടിട നിർമ്മാണം, പ്രത്യേകിച്ച് 10 കോടിയുടെ ഒരു കെട്ടിട നിർമ്മാണം, അതൊന്ന് നടത്തിയെടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലിയാണ്. എല്ലാ ദിവസവും ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈരാറ്റുപേട്ടയിലെയും പൂഞ്ഞാറിലെയും മുഴുവൻ ജനങ്ങളോടും നിങ്ങൾ എന്നിലർപ്പിച്ച് MLA ആക്കിയ ആ വിശ്വാസം പൂർണ്ണമായും മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നു, മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമായിരിക്കും. സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ടെൻഡർ ആകുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്വാഭാവിക നടപടിക്രമങ്ങളുടെ താമസം മാത്രമേ ഉള്ളൂ. അതിനിടയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഏകദേശം 3 മാസം, അതിനുശേഷം അപ്രതീക്ഷിതമായി SIR-മായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ് ചെയ്തത് മൂലം ഉണ്ടായ ചില നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള കാലവിളംബത്തിന്റെ പേരിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ ജനുവരിയിൽ ടെൻഡർ ആകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിപ്പോൾ ജനുവരി പൂർത്തിയിട്ടും ടെൻഡറിൽ എത്താൻ കഴിയാത്തത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള കാരണങ്ങളാണ്. ഫെബ്രുവരി ടെൻഡർ ആക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു തടസ്സമോ ഒരു ആശങ്കയും വേണ്ട. ദയവായി എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, അടിസ്ഥാനരഹിതമായ ആശങ്കകൾ ഉയർത്തരുത്. അതുപോലെ നമ്മുടെ കാരക്കാട് പാലത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ആദ്യം ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കായിരുന്നു ചെന്ന് കയറുന്നത്. ആ ചെന്ന് കയറുന്നതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 കൊല്ലത്തോളം ചർച്ച നടത്തി. പക്ഷെ നടന്നില്ല. അപ്പോൾ അവസാനം അതിന്റെ ഡിസൈൻ മാറ്റി ഇപ്പൊ അവിടെയുള്ള മുനിസിപ്പൽ റോഡുണ്ട് നമ്മുടെ കാരക്കാട് ഭാഗത്ത്, മുനിസിപ്പൽ റോഡിലോട്ട് ചെന്ന് ചേരുന്ന രീതിയിൽ റീഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അതും നടക്കുന്നുണ്ട്. അത് പക്ഷേ ടെൻഡർ ആകാൻ ഒരു 6 മാസമെങ്കിലും കുറഞ്ഞു പിടിക്കും. കാരണം പാലത്തിന്റെയൊക്കെ വലിയ സങ്കീർണമായ നടപടികൾ. അതിന്റെ 10 കോടി അതിന്റെ AS കിട്ടി. ഒരു തടസ്സവും ഇല്ല. ഇപ്പൊ ഈ ബഡ്ജറ്റിൽ ഈരാറ്റുപേട്ട തടവനാൽ ബൈപ്പാസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക 1 കോടി രൂപ വെച്ചിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ ഏപ്രിൽ മാസം ആയി കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് ടെൻഡറിൽ വീതി കൂട്ടി മുഴുവൻ ദീർഘ രൂപത്തിലും സംരക്ഷണ ഭിത്തി കിട്ടി. കുറെ ഞാൻ ഇറിഗേഷനിൽ നിന്ന് ഒരു 55 ലക്ഷം രൂപ സംരക്ഷണ ഭിത്തി കിട്ടിയായിരുന്നു. ഇത് ഈ ബഡ്ജറ്റ് കാലഘട്ടം കംപ്ലീറ്റ് സംരക്ഷണ ഭിത്തി മുനിസിലാറിന്റെ തീരത്ത് കെട്ടി വീതി എടുക്കാവുന്നിടത്തോളം വീതി എടുത്ത് ഹൈവേ പോലെ കിട്ടുന്നത്ര വീതിക്ക് ഹൈവേ പോലെ ബൈപ്പാസ് ഉണ്ടാക്കി 1 കോടി രൂപ വെച്ചിരിക്കുന്നത്. എല്ലാ ബഡ്ജറ്റിലും ഈരാറ്റുപേട്ടയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ ഒരു ആശങ്കയും വേണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇതിന്റെ ബന്ധപ്പെട്ട തീരുമാനത്തിന്റെയോ ഏത് പകർപ്പ് ആർക്ക് വേണമെങ്കിലും തരാം. ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കുകയോ പരിശോധിക്കുകയോ മനസ്സിലാക്കുകയോ. എന്റെ ആകെയുള്ള ഒരു ഖേദം, ഈ വാർത്ത കൊടുത്തവരോ വാർത്ത പ്രചരിപ്പിക്കുന്നവരോ ഒരു ഫോൺ വിളിച്ചു പോലും എന്നോട് ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടല്ലോ, ഇതിന്റെ നിജസ്ഥിതി എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ തടസ്സമുണ്ടോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത കൊടുക്കേണ്ടി വരില്ലായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. പൊതുജനങ്ങളുടെ സംസാരമാണ് നമ്മൾ പത്രത്തിലൂടെ പറയുന്നത്. പത്രക്കാരാണ്, ചാനലുകാരാണ്. അപ്പൊ പൊതുവെ ജനങ്ങളുടെ സംസാരങ്ങൾ വരുമ്പോൾ
അത് ന്യൂസായും ചാനലിലെ വാർത്തകളൊക്കെ ആയിട്ട് വരാറുണ്ട്. ശശി പറയുന്നില്ല, പക്ഷെ നിങ്ങളൊരു വിശദീകരണം എന്നോട് ചോദിക്കേണ്ടതായിരുന്നു. എന്നെ ഫോൺ വിളിച്ചാൽ കിട്ടാത്ത ആള് ആര് വിളിച്ചാലും ഞാൻ അപ്പം എടുക്കാം. ഇപ്പൊ ഞാൻ സൈലന്റ് ആക്കി വെച്ചിരിക്കാം. പക്ഷെ ഞാൻ വണ്ടിയെ കയറുമ്പോൾ ഈ മിസ് കോൾ എല്ലാം എടുത്ത് നോക്കി ഞാൻ തിരിച്ചു വിളിക്കും. ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ പറ്റിയല്ല, നിയമസഭയ്ക്കകത്തായിരിക്കും പറ്റിയത്. അപ്പൊ ഞാൻ വിശദമായ കൃത്യങ്ങൾ തരുമല്ലോ. അതുപോലെ ഈ എല്ലാ കാര്യത്തിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ വികസന പ്രവർത്തനത്തിലും കൃത്യമായി ഫോളോ അപ്പ് നടത്തുന്ന ഒരു ജനപ്രതിയാണ് ഞാൻ. പലരും അങ്ങനെ ചെയ്യാറില്ല, ഞാൻ അത് കുറ്റപ്പെടുത്താറുണ്ട്. ഇത് ചെയ്യുന്നതിന് വെച്ചാൽ പണ്ട് പോലെ അങ്ങനത്തെ ശീലമാണിത്. തന്നെയല്ല, ഞാൻ ഇപ്പോൾ MLA ആയത് ആദ്യമായിട്ടാണെങ്കിലും മുമ്പ് ഒരുപാട് തവണ ത്രിതല പഞ്ചായത്തിലൊക്കെ ഇരുന്നുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു ഇതായിട്ട് പറയല്ല. ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ആരെക്കൊണ്ടാണ് ചെയ്യിക്കേണ്ടതെന്നും അത് തടസ്സം വന്നാൽ പരിഹരിക്കാനും അറിയാം. യഥാർത്ഥത്തിൽ ഇത് ഞാൻ ഈ ഒരു ഇടപെടൽ നടത്തിയിൽ ഒരു കൊല്ലം കൂടെ കഴിയും. ഇടപെടൽ നടത്തിയിലും ആകും, പക്ഷെ ഒരു കൊല്ലം കൂടെ എങ്കിലും കഴിയും ഈ ഘട്ടത്തിലെത്താൻ. നമ്മൾ അത്രോ എന്നാ നാടൻ ഭാഷ പറഞ്ഞാൽ ചങ്ക് പറിച്ച് ഇരിക്കുക. ഈ ടൈമിൽ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഭരണ സംവിധാനങ്ങളുടെ സപ്പോർട്ടും എല്ലാം പിന്തുണയുള്ള സാഹചര്യം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അത് അനിശ്ചിതാവസ്ഥയില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് 2 കൊല്ലം നമുക്ക് സ്ഥലം കിട്ടും. അതിനകത്താണ് നമ്മൾ ഇച്ചിരി വിഷമിച്ചത്. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുകയും അവർ സേഫ്റ്റി ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസുരക്ഷയും നാടിന്റെ സുരക്ഷയും ക്രമസമാനമായിട്ട് വേണമെന്നുള്ള നില സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ടും നമ്മൾ നേടി എന്നുള്ളിടത്താണ് സാധാരണഗതിയിലാണ് നടക്കിയല്ല. സാധാരണഗതിയിലാണ് നടക്കുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിനെ ഒരു ഭരണ സംവിധാനത്തിന് ഡിനേ ചെയ്യല. എന്നിട്ടും നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞില്ല, മുമ്പ് പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നമ്മുടെ നിയന്ത്രണം ഇപ്പൊ തന്നെ ഈ SIR പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ജനുവരി കഴിഞ്ഞിട്ട് തന്നെ SIR പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് ഒരു പരിധി വരെ അറിയാമായിരുന്നു. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം കളഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് SIR വന്നത്. SIR വന്നപ്പോൾ ഉദ്യോഗസ്ഥ സംവിധാനത്തെ മുഴുവൻ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുക. അതൊക്കെ വന്ന് ഞാൻ മനസ്സിലാ, ജനങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തെ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് സാക്ഷാത്കരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. പക്ഷെ പലതും ഈ സ്ഥാനത്തിരുന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവും. വെറുതെ പുറത്തുനിന്ന് കാണുമ്പോ കഴിഞ്ഞ 2024 19/9/2024 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോട്ടയത്തിന് ജില്ലാ കളക്ടർ കൊടുത്ത കത്താണ് ഏറ്റുമാനൂർ സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള 70 സെന്റും 10 സെന്റ് പാർക്കിംഗ് കൊടുത്തു. ഇതുപോലെ ഒരു കത്ത് ഇത്രയും കാലം കോട്ടയം ജില്ലാ കളക്ടർ ഈരാറ്റുപേട്ട കൊടുത്തിട്ടില്ല. അതാ വിഷയം. അതുപോലെ 30 ഏക്കറുള്ള വിവരാശ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയതാ. അവര് പറഞ്ഞ ലാസ്റ്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈരാറ്റുപേട്ടയെ തുടർന്നടുത്ത് റിപ്പോർട്ട് ചെയ്ത കളക്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഏറ്റുമാനൂർ സിവിൽ സ്റ്റേഷന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പോലീസ് ക്വാർട്ടേഴ്സ് പണം ഒളിച്ചു പണിയാൻ കൊടുത്തതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈരാറ്റുപേട്ടയുടെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് 13/1/2026 കിട്ടിയതാണ്. യുവരാജ് ഫാണ്ട് തരാം. നമുക്ക് ഇത് രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും സീതാരാമന്റെ ആരാധന ചോദിച്ചാൽ ഞാൻ എന്താ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയുന്നു. സ്ഥലത്തിന്റെ തർക്കമില്ല. ഡിസൈൻ കിട്ടിയാൽ TS ആയി ടെൻഡർ ആവും. ടെൻഡറായി ഏതെങ്കിലും കോൺട്രാക്ട് എടുത്താൽ പണി നടന്നിരിക്കും. സാധിക്കപ്പെടുത്തിയിട്ടില്ല. കോട്ടയം ജില്ലാ കളക്ടറേറ്റിലുള്ള അപാകത കാര്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അല്ല സാർ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് സാറ് വാർത്ത വായിച്ചാൽ കോട്ടയം ജില്ലാ കളക്ടറേറ്റിലുള്ള ശരിയാക്കാം. നമുക്ക് ഇനി ഇതിന്റെ തർക്കം വേണ്ട. ഞാൻ MLA എന്നുള്ള നിലയ്ക്ക് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. സ്ഥലത്തിനൊരു തർക്കമില്ല. സ്ഥലത്തിന് ഒരു തർക്കമില്ല. സ്ഥാപിക്കുന്നതിനും തടസ്സമില്ല. ഭരണാനുമതി ആയിരുന്നു വേണ്ടത്. അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞാൽ അത് നടപടിക്രമങ്ങൾ പാലിച്ച് ചെയ്യാനുണ്ട്. പറഞ്ഞല്ലോ, ഏറ്റുമാനൂര് കെട്ടിടം പണിയുടെ എല്ലാ നടപടിക്രമവും പൊതിച്ച് പണിയാൻ ചെന്നപ്പോഴാണ് ഈ വിഷയം ഉണ്ടായത്. അതേസമയം നമുക്ക് ഈ സിവിൽ വില്ലേജ് ഓഫീസ് ഇല്ലായിരുന്നു. നമ്മളും അതേ രീതിയിൽ സിവിൽ സ്റ്റേഷൻ പണിയാൻ ചെല്ലുമ്പോഴേ വിഷയം എങ്കില് നമുക്ക് ഇപ്പോഴേ പണിയായിരുന്നു. നമ്മൾ അതിനു മുമ്പ് ഏറ്റവും ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇത് പണിയാൻ ചെന്നപ്പോഴാണ് തടസ്സം. അതുകൊണ്ട് പിന്നെ എന്ത് പറ്റി? സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊസീജിയർ ആരംഭിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഇച്ചിരി കാലഘട്ടം വന്നത്. ഇതൊരു ആശങ്കയും വേണ്ട, നടന്നിരിക്കും കേട്ടോ. അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു കാര്യം ഞാൻ പറയാം. മുൻ MLA പറഞ്ഞതുമായിട്ട് എന്നെ കൂട്ടിക്കെട്ടണ്ട. ഞാൻ ഏത് വാക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങളാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ ആയിട്ട് അതിപ്പോ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്.
സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന പൊതുപ്രവർത്തകൻ ഏതൊക്കെ കാര്യങ്ങൾ ജനങ്ങളോട് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ അത് ഉത്തരവാദിത്വബോധത്തോടെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ നടപടിക്രമങ്ങൾ വരുന്നുണ്ട്. അത് ഒരു വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഏതൊരാളുമായി ഒരു പരസ്യ സംവാദത്തിന് ഏത് കാര്യത്തിനും ഞാൻ ചെയ്യാം. പിന്നെ ഈ കാടടച്ച് വെടിവെക്കുന്നവർക്ക് എന്തും പറയാം. അതെ അതെ, അതിനകത്ത് ഒരു ആശങ്കയും വേണ്ട. തീർച്ചയായിട്ടും നടക്കും. നമുക്ക് അവസാനിപ്പിക്കാം.